ഹലോ ഗായ്സ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ടെക്നീഷ്യന്മാർക്കും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഫേസ് ഐ ഡി പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യം. അത് നമ്മൾ ഫേസ് ഐ ഡി ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഫേസ് ഐ ഡി ബ്ലാങ്ക് ആയിട്ട് കാണിക്കും, അതായത് അൺഅവൈലബിൾ ആയിട്ട്. സോ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ഐ ഡിയുടെ ടാഗ് ഉണ്ട്, അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് JCID ആണ്. സോ JCID V1 Explorerൽ വരുന്നൊരു ടാഗ് ഉണ്ട്. സോ ആ ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ അത് നമുക്ക് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ഐ ഡി ടാഗ് നമ്മൾ റിമൂവ് ചെയ്യണം. ഫസ്റ്റ് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക. ഞാനിട്ട് യൂസ് കൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്, ഫാസ്റ്റായിട്ട് വീഡിയോ എടുക്കുന്നതാണ്, അതാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. സോ പ്ലാസ്റ്റിക് ഓപ്പണേഴ്സ് അതേപോലെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യാം. അത് ഗ്ലൗസ് യൂസ് ചെയ്യുക, അതേപോലത്തെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ക്യാമറയിൽ നോക്കിയിട്ടാണ് പൊക്കുന്നത്, അതായത് റിമൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നത്. സോ നമുക്ക് ഈ ഒരു സെൻസർ നമുക്ക് ആവശ്യമുണ്ട്, അതായത് ഡോട്ട് പ്രൊജക്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ സെൻസർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഫേസ് ഐ ഡി മെയിൻ പ്രൊജക്ടറാണ് ഇത് വരുന്നത്. സോ അത് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ എന്താണ് ഫോൺ നോർമൽ കണ്ടീഷനിൽ ഓൺ ചെയ്യാം. അതായത് വിത്തൗട്ട് ഡോട്ട് പ്രൊജക്ടറിൻ്റെ ഈ ഫേസ് ഐ ഡി സെൻസർ കേബിളിൻ്റെ വിത്തൗട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ ഫോൺ ഓൺ ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് ഈ ഡോട്ട് പ്രൊജക്ടറിൻ്റെ കേബിളാണ് നമുക്ക് V1 Explorerൽ കണക്ട് ചെയ്യേണ്ടതും, അതിലേക്കാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ. സോ നമുക്കിതിൻ്റെ ബാക്കി മെത്തേഡ്സ് നോക്കാം. V1 Explorer നമുക്ക് വേണം. അതായത് നമ്മുടെ ഈ അഡാപ്റ്റേഴ്സും കാര്യമൊക്കെ V1 Explorerയുടെ കൂടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. സോ അത് ഓട്ടോമാറ്റിക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പേജിലേക്ക്, അതായത് അതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് V1 Explorer ഓട്ടോമാറ്റിക് ഓപ്പൺ ആയിട്ട് വരും. സോ അതിനുശേഷം ഇത് ഏതാണ് സീരീസ്, ഞാനിവിടെ ചെയ്യുന്ന ഫോൺ 12 Pro Max ആണ്. സോ ഇതിലെല്ലാം കണക്ടറിൽ, അതായത് 12 സീരീസ് എല്ലാം ഒരേ കണക്ടറാണ്. സോ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഡോട്ട് പ്രൊജക്ടറിൻ്റെ ഈ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ നമുക്കതിൽ ഡാറ്റ റീഡ് ചെയ്തിട്ട് നമുക്കത് കാണിക്കുന്നതാണ്, എന്താണ് കണ്ടീഷൻ, നോർമലാണോ അബ്നോർമലാണോ എന്നുള്ളത് കാണിക്കും. മൊഡ്യൂൾ കണക്റ്റ് ആയിട്ടുണ്ട്, ചെക്കിങ്ങിലാണ്. സോ ചിപ്പ് ഈസ് ഫ്യൂസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ SBDA ഇതെല്ലാം അബ്നോർമലാണ്. സോ നമുക്കിത് നോർമലാക്കുകയാണ് വേണ്ടത്. സോ അത് നോർമലാക്കിയാൽ മാത്രമേ നമുക്കതിൽ ഫേസ് ഐ ഡി വർക്ക് ആവത്തുള്ളൂ. നമുക്കിനി വേണ്ടത് അത് USB 3.0 കേബിളാണ്. അതായത് നമ്മൾ V1 Explorer വാങ്ങുമ്പോൾ തന്നെ, അതായത് നമ്മൾ ബൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു കേബിൾ വരുന്നുണ്ട് അതിൻ്റെ ബോക്സിൽ, അതായത് USB 3.0 എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ കേബിളാണ് വരുന്നത്. സോ ഇത് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യണം. അതായത് V1 Explorerയും ഫോണും തമ്മിൽ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യണം. സോ ഫോണിൽ നിന്നാണ് നമ്മൾ ഈ ഡാറ്റ റീഡ് ചെയ്യുന്നത്. ഫോണിലേക്ക് കണക്ട് ചെയ്യുക, അതായത് നമ്മൾ ഫോൺ എങ്ങനെയാണോ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നത് അതേപോലെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുക. ഫോണിലിപ്പോൾ പാസ്വേഡ് ഇല്ല, സോ ആണ് പാസ്വേഡ് ചോദിക്കാത്തത്. അതേപോലെ നമുക്ക് ഈ V1 Explorerൽ ഫോൺ ഈസ് കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഫോണും V1 Explorerയും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡാറ്റ സേവ് ചെയ്യണം. സോ സേവ് ഡാറ്റ, സേവ് ടു ക്ലൗഡ്. റീഡിങ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്, ഡാറ്റ ബാക്കപ്പ് ആയിട്ടുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് സേവ് ഡാറ്റയിൽ ക്ലൗഡ് സേവ്, V1 Explorer ക്ലൗഡിലേക്ക് ഡാറ്റ സേവ് ആകുന്നതാണ്. അതായത് ഫോണിലെ ഫേസ് ഐ ഡി ഡാറ്റ V1 Explorer ക്ലൗഡിലേക്ക് സേവ് ആകും. ഈ ഡാറ്റ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. സോ കാണിച്ചു തരാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു PD കേബിൾ വേണം. സോ ഞാനിവിടെ എടുത്തേക്കുന്നത് PD കേബിളാണ്. PD കേബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ചിപ്പ് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റൈറ്റ് ഡാറ്റ, സോ അതായത് മോറിൽ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. അതായത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വേണം: ഫോൺ സ്റ്റാറ്റസ്, അതേപോലെ മോഡൽ, അതുപോലെ PD പവർ, നെറ്റ്വർക്ക്, വൈഫൈ കണക്റ്റ് ആയിരിക്കണം V1 Explorerൽ. സോ ഞാൻ ഈ കേബിൾ റിമൂവ് ചെയ്തു, അവിടെ PD പവർ ഇൻറ്റു ആയിട്ടുണ്ട്. സോ അത് കണക്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഡിറ്റക്റ്റ് ആവുന്നുണ്ട്. അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന DC പവർ സപ്ലൈ ആണ്. DC പവർ സപ്ലൈയിൽ ചാർജിങ് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. സോ അതിൽ നിന്നാണ് ഞാൻ ഡയറക്റ്റ് PD ചാർജർ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന PD ചാർജർ ഡയറക്റ്റ് യൂസ് ചെയ്താലും മതി. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാം. സോ റീഡിങ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ഇത് ചെറിയൊരു ടൈം എടുക്കും. നിങ്ങളുടെ നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ നോർമലി ആക്ടിവേറ്റിംഗ് ടൈം സ്ലോ ആകും. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് സക്സീഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, മുകളിൽ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അതായത് ആക്റ്റീവ് എന്ന സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാം, ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞവിടെ കാണിക്കുന്നുണ്ട് മുകളിൽ. സോ ശേഷം അതായത് ഡോട്ട് പ്രൊജക്ടർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് V1 Explorerയുടെ ടാഗാണ്, അതായത് JCID ടാഗ്. iPhone 12 Pro Maxൻ്റെ JCID പ്രോഗ്രാം ചെയ്യാനുള്ള, അതായത് ഫേസ് ഐ ഡി പ്രോഗ്രാം ചെയ്യാനുള്ള ടാഗ്. അപ്പോൾ നമുക്ക് ഈ ടാഗ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. സോ ഫേസ് ഐ ഡി റിപ്പയർ ടാഗ്, ഇത് നോർമൽ ക്വാളിറ്റി, അതായത് ലോക്കൽ സാധനം മാർക്കറ്റിലുണ്ട്. സോ അത് നമ്മൾ ബൈ ചെയ്യരുത്, ഒറിജിനൽ സാധനം തന്നെ നമ്മൾ വാങ്ങാം. ഞാനൊരു പ്രാവശ്യം വാങ്ങിയിട്ട് ഞാൻ പെട്ടതാണ്. സോ പിന്നെയും ബൈയെടുത്തുന്ന സാധനം തിരിച്ച് മേടിക്കേണ്ടി വന്നു. സോ ഈ ടാഗ് നമ്മൾ ആഡ് ചെയ്യുക. സോ ടാഗ് ആഡ് ചെയ്തതിന് ശേഷം ചെക്കിംഗ് എന്ന് കാണിക്കും. അതായത് ഹാസ് ദ MOS ട്യൂബ് ഹാസ് ബീൻ ഷോർട്ടഡ്.
12 Pro Max കാര്യങ്ങളെല്ലാം റീഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയൽ നമുക്കിതിലേക്ക് തിരിച്ച് ലോഡ് ചെയ്ത് കൊടുക്കണം. സോ ഓക്കെ എന്നുള്ള ബ്ലാങ്ക് ആയി എടുക്കും, പക്ഷേ ഓക്കെ വർക്കാവും. ഡാറ്റ ഹാസ് ബീൻ റിട്ടേൺ, അത് ഡാറ്റ റിട്ടേൺ സക്സസ്ഫുള്ളി. നമ്മൾ നേരത്തെ റീഡ് ചെയ്ത ഡാറ്റ നമ്മുടെ ഈ ചിപ്പിലേക്ക്, അതായത് V1S Pro ടാഗിലേക്ക് നമ്മുടെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ സ്റ്റോർ ആയിട്ടുണ്ട്. സോ നമുക്കിതിന് ശേഷം എന്ത് ചെയ്യാം, ടാഗ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ ടാഗ് നമ്മുടെ ഡോട്ട് പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഫേസ് ഐ ഡി വർക്ക് ആകുന്നുണ്ടോ, അത് അബ്നോർമലാണോ നോർമലാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മൊഡ്യൂളിൽ കണക്റ്റ് ആയിട്ടുണ്ട്, റീഡിങ്ങിലാണ്, ചെക്കിങ് നോർമൽ, ഫേസ് ഐ ഡി റൈറ്റിംഗ് സക്സസ് ആയിട്ടുണ്ട്. അതായത് എല്ലാ ഫങ്ഷൻസും, അതായത് നമ്മൾ നേരത്തെ മുകളിൽ കണ്ട അബ്നോർമൽ എന്ന് കാണിച്ച എല്ലാ പൊസിഷൻസിലും ഇപ്പോൾ അത് നോർമലായിട്ടുണ്ട്. സോ നമുക്കിനി ഫേസ് ഐ ഡിയുടെ ഈ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ചിപ്പ് നമുക്കത് പ്രോപ്പർ മെത്തേഡിൽ ആഡ് ചെയ്യണം. സോ അത് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ JCIDയിൽ തന്നെ ഒരു ട്യൂട്ടോറിയലാണത്. അതായത് 2-3 രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളത് ആഡ് ചെയ്യേണ്ട ചിപ്പ്. ഇല്ല എന്നാണെങ്കിൽ ഫോണിൻ്റെ അകത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ വീഡിയോ കറക്റ്റ് കാണാം, അതിന് ശേഷം അതേ രീതിയിൽ ഫോൾഡ് ചെയ്യാം. സോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടാപ്പും കാര്യങ്ങളെല്ലാം ചെയ്യണം, അത് ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്കതിന് ശേഷമാണ് പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനി ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഫേസ് ഐ ഡി വർക്കിംഗ് ആണോ, അതുപോലെ ഡിറ്റക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, കണക്ട് ചെയ്യുന്ന കണ്ടേഴ്സ് മാറിപ്പോവുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഇതേപോലെ ബാറ്ററി ഹെൽത്ത് പ്രോഗ്രാം ചെയ്യണമെന്നാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാവുന്നതാണ്. അതേപോലെ നമ്മുടെ ചെറിയ സർവീസ് ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. സോ നമുക്ക് എന്തായാലും ഇനി ഫോൺ ഓപ്പൺ ചെയ്യാം. ടാഗും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതേ ഒരു പ്ലേസിലാണ് നമ്മൾ ടാഗ് ഉണ്ടാവുക. ഫോൺ ഓൺ ആയിട്ടുണ്ട്, ടോട്ടൽ വർക്കിംഗ് ആണ്. സോ നമുക്കിനി ഫേസ് ഐ ഡി ചെക്ക് ചെയ്യാം. ഫേസ് ഐ ഡി ഓപ്പൺ ആയിട്ടുണ്ട്. സോ സെറ്റ് ഫേസ് ഐ ഡി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ സക്സസ്ഫുൾ ആണ്.